ഹായ് ഫ്രണ്ട്സ്, രണ്ട് പലഹാരങ്ങളുമായിട്ട് ഞാൻ പിന്നെയും വന്നു കേട്ടോ. ഇന്ന് ബിന്ദു തന്നെ ഉണ്ടാക്കിയത്. ഇത് ഏത്തപ്പഴം, തെരളിയില, നമ്മുടെ ഭക്ഷണയില അതിനകത്ത് വെച്ച് പൊതിഞ്ഞെടുത്ത ഒരു പലഹാരം ഒന്നും, പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. നമ്മുടെ സ്വീറ്റ് പൊറോട്ട, സ്വീറ്റ്ന എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ അതുണ്ടാക്കി. കൊള്ളാം കേട്ടോ, നല്ല സൂപ്പറാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ തിന്ന് കൊള്ളാമെന്ന് പറയുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ബിന്ദുച്ചിട്ട് എന്തോ ഉണ്ടാക്കിയെന്ന് നോക്കാം. ഏത്തപ്പഴം പഴമായിട്ട് കൊടുത്താൽ നന്ദൂസും ഹരിക്കുട്ടനും ഒന്നും അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ അവളിങ്ങനെ ഓരോ എന്തെങ്കിലുമൊക്കെ പലഹാരമായിട്ടൊക്കെ കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ അതിന് ആദ്യം ഏത്തപ്പഴവും ശർക്കരയും പിന്നെ മുന്തിരിങ്ങയും ജീരകപ്പൊടി, ഏലക്കാപ്പൊടിയും കൂടി ഒന്ന് വരട്ടിയെടുത്തു. കണ്ടോ, ഇങ്ങനെ വരട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങ് കുഴഞ്ഞു പോകരുത്. ഏത്തപ്പഴമൊക്കെ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്ന രീതി ഇതേ പാകത്തിനൊന്ന് വരട്ടിയെടുത്തു. എന്നിട്ട് അരിപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്തു. എന്നിട്ട് ഇതാ നമ്മുടെ തെരളിയില, ഭക്ഷണയില എന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത്. നല്ല മണമല്ലേ ഇതിന്. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അതിനകത്തോട്ടിങ്ങനെ അതിൻ്റെ പുറം ഭാഗത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മടക്കണം. ഈ തെരളി ഉണ്ടാക്കത്തില്ലേ, അതേപോലെ വേണ്ടേ. ഇതേപോലെ ഒത്തിരി വെള്ളമാക്കരുത് കുഴയ്ക്കുമ്പോൾ. അങ്ങനെ ഈ പരുവത്തിന് കുഴച്ചെടുത്തിട്ട് ആ തെരളിയിലയുടെ പുറത്ത് അങ്ങോട്ട് വെച്ച് അങ്ങോട്ടൊന്ന് മടക്കി വീണ്ടും അത് ഉരുട്ടി വെച്ച് ഇങ്ങനെ ചുരുട്ടി എടുക്കണം. എന്നിട്ട് അതിൻ്റെ ആ ഇലയുടെ അറ്റം കൊണ്ട് തന്നെ അതിലോട്ടിങ്ങനെ കുത്തി വെക്കണം. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മധുരം പോരാൻ തോന്നുവാണെങ്കിൽ വരട്ടുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി കഴിച്ച് നോക്കണം. എന്നിട്ട് മധുരം പോരെങ്കിൽ അതിനകത്ത് കുറച്ച് ശർക്കരയും കൂടെ ചേർക്കണം. ഇതിനകത്ത് അരിപ്പൊടി, ശർക്കര, പിന്നെ മുന്തിരി, ജീരകപ്പൊടി, ഏലക്കാപ്പൊടി ഇതെല്ലാമായിട്ട് വരട്ടി എടുക്കുന്നത് നമ്മുടെ ഏത്തപ്പഴം. ഇനി ഇത് വേവാനായിട്ട് വെക്കണം. കണ്ടോ, അതെല്ലാം ഇഡ്ഡലി കുക്കറിനകത്തോട്ട് ഓരോന്നോരോന്നായിട്ട് മടക്കി ചുരുട്ടി അതിനകത്ത് വെച്ചു. കണ്ടോ, ആയിക്കഴിഞ്ഞ് ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 10-15 അല്ലെങ്കിൽ 20 അതിനകം അത് എല്ലാം വെന്ത് വേണ്ടേ ഇതേപോലെ ആയി കിട്ടും. ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ നല്ല അടിപൊളി മണമാണ് ശർക്കരയുടെയും ആ ഭക്ഷണയിലയുടെയും എല്ലാം കൂടെ. കണ്ടോ, ഇനി നമുക്കിതെല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമായത്. അതുമാത്രമല്ല, ഏത്തപ്പഴം കഴിക്കാൻ മടിയുള്ളവർ ഇങ്ങനെ ശർക്കരയൊക്കെ ഇട്ട് മധുരമൊക്കെ ആക്കി കൊടുക്കുമ്പോഴത്തേക്കിനും നല്ല അടിപൊളി ടേസ്റ്റോടെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ നന്ദൂസിൻ്റെ അടുത്ത് ഈ പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. അവനിങ്ങനത്തെ ഈ ഏത്തപ്പഴമൊന്നും കഴിക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അമ്മ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് അവന് കൊടുക്കാനായിട്ടും, പിന്നെ നമ്മുടെ ഹരിക്കുട്ടൻ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവൻ പോകുന്നതിന് മുമ്പ് അവനിങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് അവനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടടാ, കൊള്ളാവോ അമ്മയുടെ ഏത്തയ്ക്ക വത്സൻ, ഏത്തയ്ക്ക തെരളി. കണ്ടോ, അച്ഛനും മോനും നന്ദൂസിനും അച്ഛനും മക്കൾക്കും വേണ്ടേ. അവധിയാണെങ്കിൽ പിന്നെ ആശാൻ ഈ ഒരു വിചാരമേ ഉള്ളൂ, കളി ആണെങ്കിൽ അമ്മ കൊണ്ടുവച്ച് കൊടുത്താൽ അവൻ കഴിക്കും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു ഐറ്റമാണേ. നമ്മുടെ സ്വീറ്റ്ന ഉണ്ടല്ലോ, സ്വീറ്റ് പൊറോട്ട എന്നൊക്കെ പറയുന്ന സാധനം. സ്വീറ്റ്ന എന്നല്ലേ നമ്മളൊക്കെ പറയുന്നത്. ഏതായാലും കൊള്ളാം. ആ സാധനം ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ നമ്മുടെ മൈദാപ്പൊടി, പിന്നെ ഈസ്റ്റ്, കുറച്ച് പഞ്ചസാരയും പൊടിച്ച് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എഡിറ്റ് ചെയ്യാനായപ്പോഴത്തേക്ക് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഈസ്റ്റൊക്കെ പഞ്ചസാരപ്പൊടിയും ചേർത്ത് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചൊക്കെ വെച്ചതും മൈദ കുഴച്ചതും ഒന്നും കിട്ടിയില്ല. അങ്ങനെ മൈദാപ്പൊടിയൊക്കെ കുഴച്ച് കുറച്ച് നേരം വെച്ചിരുന്നു. മൈദ, ഈസ്റ്റ്, പഞ്ചസാര പൊടിച്ചത് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് കുഴച്ച് കുറച്ച് നേരം വെച്ചിട്ട് അത് പരത്തിയെടുത്തു. ഒരു 4 എണ്ണ ഉണ്ടാക്കിയുള്ളൂ, ഞാൻ ഒരുപാട് ഉണ്ടാക്കിയില്ല. അപ്പോൾ അതിനകത്തോട്ട് ടൂട്ടി ഫ്രൂട്ടി, പച്ച, ചുമന്നത്, പിന്നെ കുറച്ച് ചെറി, കുറച്ച് മുന്തിരി, പിന്നെ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ, അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി അതുപോലെ തന്നെ ഇടാമല്ലോ. അങ്ങനെ ഇതെല്ലാം കൂടെ അതിനകത്തിട്ടു. അപ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുടെ ആ ഒരു ചപ്പാത്തി ഷേപ്പിന് പരത്തിയെടുത്തല്ലോ. അപ്പോൾ അത് ഓരോന്നെടുത്തിട്ട് അതിലൊന്ന് ബട്ടർ തേച്ച് കൊടുത്തു.
എന്നിട്ട് ഓരോ നമ്മുടെ സീറ്റിനായിട്ട് അതെടുത്ത് വെച്ചു. ദാണ്ട ഈ പരത്തി വെച്ചിരിക്കുന്ന ഓരോ ചപ്പാത്തി അത് എടുത്തു വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇനി നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പ് ചെറി ഇതെല്ലാം നിറച്ചു ഇട്ട് കൊടുക്കണം. കണ്ടോ? അപ്പം നല്ല കടയിൽ നിന്ന് മേടിക്കുന്ന കൂട്ട് തന്നെ അത്രയും ഒരു ഇതൊന്നും വന്നില്ലെങ്കിലും ആ ഷേപ്പും ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ഇതായിരുന്നു, കുറച്ച് ഹാർഡായിപ്പോയി. എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കൂടുതൽ ഇരുന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ ഓവനിൽ വെച്ചല്ലോ എടുത്തത്, അതുകൊണ്ടായിരിക്കും ഒന്ന് കുറച്ച് ഹാർഡായി. കുറച്ച് സമയം ഇത്രയും നേരം വെക്കാതിരുന്നെങ്കിൽ ചിലപ്പോൾ അത്രയും ഹാർഡാവത്തില്ലായിരുന്നു കാണും. അങ്ങനെ ഒരെണ്ണം വെച്ചു. നമ്മൾ അതിൻ്റെ പുറത്തോട്ട് അടുത്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തും കുറച്ച് ബട്ടർ തേച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് വീണ്ടും നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ചെറിയും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഓരോന്നും ഇതുപോലെ വെച്ച് കഴിഞ്ഞ് ഇതേപോലെ ബട്ടർ തൂത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്തോട്ട് കുറച്ചൊരു പൊടിയും കൂടെ ഒന്ന് തൂവി കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഓരോ സാധനങ്ങളായിട്ട് വെച്ച് കൊടുത്തു. ഇങ്ങനെ 4 എണ്ണ ഉണ്ടാക്കി ഉള്ളൂ, ഒരുപാടെണ്ണം വേണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കിട്ടും, ഒരുപാട് വേണ്ട. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളത് കൊണ്ട് തന്നെയല്ല ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങാനും ഇത് കുളമായി പോകുന്നെങ്കിലോ എന്ന് വിചാരിച്ച് ഒത്തിരി എടുത്തു വെച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പരത്തി വെച്ചിരുന്ന എല്ലാം വേണ്ട ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും അതിൻ്റെ മുകളിൽ ബട്ടർ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ചുരുട്ടണം. ചുരുട്ടിയിട്ട് ചെറിയ ചെറിയ റോളുകളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ബട്ടർ തേക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊന്നുകൂടെ മൈദ ദണ്ട് ഇതേപോലെ വെതറി കൊടുക്കണം. അത് നമ്മൾ ആ ഒരു ഇതിങ്ങനെ ലെയറായിട്ട് നമുക്ക് വരണമല്ലോ, നമ്മുടെ പൊറോട്ട ഇരിക്കുന്ന പോലാണല്ലോ ഇതിരിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലെയറായിട്ട് ഇളകി വരാൻ വേണ്ടിയായി ബട്ടറും തൂത്ത് മൈദാപ്പൊടിയൊക്കെ കുറച്ചൊന്ന് തൂവി കൊടുക്കുന്നത്. കണ്ടോ? അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി ഇത് മുറിച്ചെടുക്കാം. ഇത് ചുരുട്ടണം ആദ്യം. അത് ഒരേപോലെ ചുരുട്ടിയിട്ട് നമുക്കത് മുറിച്ചെടുക്കാം. നമുക്ക് പൊറോട്ട ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. വീശി അടിക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഇതേപോലെ ചപ്പാത്തി പോലെ മൈദ കുഴച്ച് വെച്ച് കുറച്ച് നേരം 2-3 മണിക്കൂർ ഇരുന്നതിന് ശേഷം അത് ഉരുട്ടി എടുത്തിട്ട് ഇതേപോലെ പരത്തി ഒന്നിന് പുറത്തൊന്നായിട്ട് വെച്ചിട്ട് മാവൊക്കെ ഇട്ട് കൊടുത്ത് ഇതേപോലെ അടുക്കി വെച്ചിട്ട് അത് ഒന്ന് പരത്തി ഇതേപോലെ റോളാക്കി എടുത്ത് ചെറിയ ചെറിയ റോളുകളായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് പരത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ടയും ഇതുപോലെ ഉണ്ടാക്കാം. ഞാനങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ, കൊള്ളാം. ഇതിപ്പം നമ്മൾ അതിനിടയ്ക്ക് ഈ സാധനങ്ങളൂടൊക്കെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇതിങ്ങനെ റോളാക്കി എടുത്തിട്ട് മുറിച്ച് അതിൻ്റെ പുറത്ത് കുറച്ച് നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കണം. അതുകൂടെ ഒന്ന് തൂത്ത് കൊടുക്കുമ്പോഴാണ് അതിന് നല്ലൊരു ഗ്ലേസിങ്ങും അത് നല്ല ഒരു നിറമൊക്കെ കിട്ടും. കണ്ടോ? ചുരുട്ടിയെടുക്കുന്ന കണ്ടോ? ഇത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൊടി അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ റോളാക്കി എടുത്തിട്ട് ഇനി നമുക്ക് മുറിച്ചെടുക്കാം. കുഞ്ഞു കുഞ്ഞു റോളുകളാക്കി എടുത്തിട്ട് നമ്മൾ കൈവച്ചൊന്നിങ്ങനെ പരത്തി കൊടുക്കണം. നമ്മുടെ ആ ഒരു സീനയുടെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിനൊന്ന് പരത്തി കൊടുക്കണം. ഇനി ഞാൻ മുറിക്കാൻ പോവാം. കണ്ടോ? മുറിച്ചെടുത്തു. ഇതേപോലെ അതിനകത്ത് നല്ല ഒരു എല്ലാത്തിൻ്റെയും കൂടെ ഉള്ള കളർഫുള്ളായിട്ടുണ്ടല്ലേ. ആ ടൂട്ടി ഫ്രൂട്ടിയുടെയൊക്കെ കുറച്ച് ചെറിയും കൂടെ ഇട്ടപ്പോൾ ആ ഒരു ചുമന്ന നിറവും എല്ലാം കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ലുക്കായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് കിട്ടി. ഇതൊക്കെ ഇത്രയൊക്കെ ചെയ്യുമ്പോഴും ഞാൻ വിചാരിച്ചില്ല അത് അവസാനം നല്ലതായിട്ട് കിട്ടുമെന്ന്. ഏതായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ എന്താണ് ഇങ്ങനെ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് കയ്യിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുത്തു. എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് അതിനെ പരത്തി എടുക്കണം. പിന്നെ ഒരുപാട് വലുതാക്കണ്ടല്ലോ. സീന എന്ന് പറയുമ്പോൾ നമ്മുടെ പൊറോട്ടയുടെ അത്രയും വലിപ്പമില്ലല്ലോ, ചെറിയ ചെറിയ സാധനങ്ങളല്ലേ. അപ്പോൾ അതിങ്ങനെ പരത്തി കൊടുക്കണം. അപ്പോൾ ആ ലെയറൊക്കെ അതേപോലെ തന്നെ കാണാമായിരുന്നു. നമ്മളതാക്കി എടുത്തപ്പോഴും പരത്തി എടുത്തപ്പോഴും ആ ലെയർ നമുക്കിങ്ങനെ കാണാം. കണ്ടോ? അതിനാണ് നമ്മൾ ഇടയ്ക്ക് ബട്ടർ തൂത്ത് കൊടുത്തതും പൊടി ഇട്ട് കൊടുത്തതും ഒക്കെ. അല്ലെങ്കിൽ അതിങ്ങനെ തമ്മിൽ ഒട്ടിപ്പോവും. ഇതിപ്പോൾ നമുക്ക് ലെയറായിട്ട് കിട്ടും. അങ്ങനെ രണ്ടാമത്തേത് ഞാനങ്ങനെ കയ്യിൽ ബട്ടർ തൂത്തിട്ട് അതിങ്ങനെ പരത്തി കൊടുത്തു.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈ ബട്ടർ തൂത്താൽ മതി, അപ്പോൾ ആ ഷേപ്പിന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മളത് പരത്തി കഴിഞ്ഞെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് കുറച്ച് വെള്ളവും കുറവായിരുന്നു എന്ന് തോന്നുന്നു, കുറച്ചുകൂടെ വെള്ളം ഒഴിക്കായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അത് അവസാനം വന്നപ്പോൾ ഒന്ന് ശകലം ഹാർഡായി. അതോ ഇനിയും കൂടുതൽ സമയം വെച്ചത് കൊണ്ടാണോ എന്നും അറിയത്തില്ല. ഓവൻ ഉണ്ടെങ്കിലേ ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം നമ്മൾ പരത്തിയെടുത്തു. കണ്ടോ, ആ ലുക്ക് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായി. കൊള്ളാമെന്ന്. ഇത് ഷുഗർ സിറപ്പ്, കുറച്ച് പഞ്ചസാര എടുത്ത് നമ്മളൊന്ന് അലിയിച്ചെടുത്തു. അത് കഴിഞ്ഞ് ശകലം ബട്ടറൂടെ തൂത്ത് കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഷുഗർ സിറപ്പും അതിൻ്റെ മുകളിൽ തൂത്ത് കൊടുത്തു. അങ്ങനെ 4 3 അത്യാവശ്യം വലുതും 1 ചെറുതായി. നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ, പച്ചയും ചുമലയൊക്കെ കൂടെ. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ഉണ്ടാക്കിയായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കി ടൂട്ടി ഫ്രൂട്ടി ഇരുന്നു, എല്ലാ സാധനങ്ങളും ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇതും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചങ്ങനെ ഉണ്ടാക്കിയതാണ്. ഏതായാലും കൊള്ളാം, അത്യാവശ്യമൊക്കെ കൊള്ളാമായിരുന്നു. തീരെ അങ്ങ് പാളിപ്പോയൊന്നുമില്ല. പിന്നെ വേണ്ടേ, ഓവന് പകരം ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ, ഞാൻ പാമ്പാടിയിലായിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ ഉരുളിയൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ചീനിച്ചട്ടിയിൽ വെച്ച് എടുത്തു. കണ്ടോ, ഇതേപോലെ ആയിട്ടുണ്ട്. നല്ല ലുക്കില്ലേ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞത്, എൻ്റെ മുകൾ വശം കണ്ടാൽ അറിയാം. കണ്ടോ, കുറച്ചൊന്ന് ഹാർഡായി, പക്ഷെ അത് പൊളിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അകം നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഇത്രയും നല്ലതാവുമെന്ന് വിചാരിച്ചില്ല. നല്ല അടിപൊളി സ്വീറ്റ്ന, നല്ല മധുരമൊക്കെ നല്ല കറക്റ്റായിരുന്നു. കണ്ടോ, മുന്തിരിയും നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടെ. അങ്ങനെ ഞാൻ നല്ല ആ ഒരു എന്താണെന്ന് അറിഞ്ഞില്ല, ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു. ആ ഒരു ഹാർഡായി അതിൻ്റെ പുറംവശം. അത് പക്ഷെ ചില ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന അങ്ങനെ ഹാർഡായിട്ടാണ് ഇരിക്കാറുള്ളത്. ഏതായാലും കൊള്ളാം. അങ്ങനെ ഞാൻ സ്വീറ്റ്ന ഉണ്ടാക്കി. പരാജയപ്പെട്ടെന്നല്ല, വിജയിച്ചെന്ന് തന്നെ പറയാം. ഹാർഡായത് എന്താണെന്ന് മാത്രമേ ഉള്ളൂ അറിയാൻ വയ്യാത്തത്. ബാക്കിയെല്ലാം ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനുണ്ടാക്കിയ സാധനം ഞാൻ തന്നെ കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ 4 മണി പലഹാരങ്ങൾ ഇഷ്ടമായോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന 2 സാധനങ്ങളാണ്. അപ്പം ഏത്തപ്പഴത്തിൻ്റെ എന്തായാലും ഉണ്ടാക്കി നോക്കണം, കുഞ്ഞുങ്ങൾക്ക് അവർക്കിഷ്ടപ്പെടും. പിന്നെ ഏത്തപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരെ ഏത്തപ്പഴം കഴിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗം കൂടാ ഇത്. അപ്പോൾ ഇനി നാളെ കാണാം.